ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് നബിതങ്ങളും സഹാബത്തും വരികയാ. ആ യുദ്ധത്തിന്റെ പ്രത്യേകത, ആ യുദ്ധത്തിൽ നബിതങ്ങളോടൊപ്പം ആയിഷ ബീബി റളിയല്ലാഹു തആല ഉണ്ടായിരുന്നു. അപ്പൊ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ യാത്ര നിർത്തി. കാരണം മലമൂത്ര വിസർജനങ്ങളൊക്കെ നടത്താനുണ്ട്. അപ്പൊ സഹാബത്തും നബിതങ്ങളും നിന്നു. എന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല ആദ്യം തന്റെ ആവശ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പോയി. ആയിഷ ബീബി തന്റെ ആവശ്യമൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറി. നബിതങ്ങളും കണ്ടു, സ്വഹാബത്തും കണ്ടു ആയിഷ ബീബി കയറുന്നത്. അത് കഴിഞ്ഞപ്പോ ആണുങ്ങളെല്ലാവരും പോയി. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു വരാൻ തുടങ്ങി. അപ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു കാര്യം മനസ്സിലാകുന്നത്. തന്റെ കഴുത്തിൽ കടന്ന മാല കാണുന്നില്ല. ആയിഷയ്ക്ക് മനസ്സിലായി ഞാൻ പോയ സ്ഥലത്ത് അത് നഷ്ടപ്പെട്ടതാണെന്ന്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വിചാരിച്ചു പെട്ടെന്ന് പോയി എടുത്തുകൊണ്ടുവരാം. ആരോടും പറഞ്ഞില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പെട്ടെന്ന് ഇറങ്ങി മാല തെരഞ്ഞു പോയി. ആയിഷ ബീബി പോകുന്നത് ആരും കണ്ടില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാല തെരഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, സഹാബത്ത് മുഴുവനും തിരിച്ചു വന്നു. എല്ലാവരും വന്നു വാഹനത്തിൽ കയറി. ആയിഷ ബീബി നേരത്തെ കയറിയതാണ്, അതുകൊണ്ട് പിന്നെ സംശയമില്ല. നബിതങ്ങളും സ്വഹാബത്തും യാത്ര തുടർന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വന്നപ്പോ നബിതങ്ങളുമില്ല, സ്വഹാബത്തുമില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇരുന്ന് കരയാൻ തുടങ്ങി. ആരാരുമില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വഴിയോരത്തിരുന്ന് കരയുകയാ. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വരുന്നത്. സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി ഏറ്റവും പുറകിലാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരാനുള്ള കാരണം? എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് എടുത്തുകൊണ്ടുവരാൻ പ്രവാചകന് പുറകിൽ നിർത്തിയിരിക്കുന്ന സ്വഹാബിയാണ് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു. തന്റെ വാഹനപ്പുറത്തിങ്ങനെ വരുമ്പോ വഴിയോരത്ത് ഫർദാ ഹിജാബ് ധരിച്ചുകൊണ്ടൊരു പെണ്ണിരുന്ന് കരയുകയാണ്. ആരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല. ഒറ്റയ്ക്ക് വഴിയോരത്തിരിക്കുന്നത് കണ്ടപ്പോ സഫ്വാൻ തങ്ങൾ ചോദിക്കുന്നു, ആരാ നിങ്ങളാരാ? ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹ്ദി ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാണ്. ആയിഷയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷയോ ചാടി ഇറങ്ങുകയാണ്. സഫ്വാൻ തങ്ങൾ അതാ വാഹനത്തിന്റെ മുകളിൽ നിന്നിറങ്ങി. ഉമ്മാ കേറുമ്മ, വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ്മ. കയറ് പിടിച്ച് സഫ്വാ മുമ്പിൽ നടക്കാം, വേറെ വഴിയില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിന്റെ മുകളിലേക്ക് കയറി. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു കയറ് പിടിച്ചുകൊണ്ട് മുമ്പിൽ നടക്കുകയാണ്. നബിതങ്ങളും സ്വഹാബത്തും യാത്ര ചെയ്ത് ഒരുപാട് ദൂരമെത്തിയപ്പോഴാണ് ആയിഷയില്ലെന്നറിയുന്നത്. ആയിഷാനെ കാണാനില്ല. യാത്ര നിർത്തുകയാണ്. എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്. ആയിഷ ബീവിക്ക് എന്ത് സംഭവിച്ചതെന്നറിയില്ല. അങ്ങനെ എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുമ്പോ സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കയറ് പിടിച്ച് നടക്കുന്നു. വാഹനത്തിന്റെ മുകളിൽ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. നബിതങ്ങളെ കണ്ടപ്പോ, സഹാബത്തിനെ കണ്ടപ്പോ ആയിഷ ബീബി ഓടി വന്ന് നടന്നത് മുഴുവനും പറയുകയാണ്, സമാധാനമായടോ, എല്ലാവർക്കും സമാധാനമായടോ. അപ്പോഴാണ് അതാ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സലൂൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവനാ കൂട്ടത്തിലുണ്ട്. അവന് പേര് കൊണ്ട് മുസ്ലിമാണ്, എന്നാ മുനാഫിക്കാണ്. അവന് മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല, നിബിതങ്ങളെ ഇഷ്ടമല്ല. അവന് പറയാൻ തുടങ്ങി, ഇവര് രണ്ടുപേരും ചെറുപ്പക്കാരാണ്, ഒരുപാട് സമയം ഒറ്റയ്ക്ക് യാത്ര ചെയ്തവരാ, എന്തെങ്കിലുമൊക്കെ നടന്നു കാണുമല്ലോ, എന്തെങ്കിലുമൊക്കെ നടന്നു കാണുമല്ലോ. പടച്ച റബ്ബേ, അതാ പറയാൻ തുടങ്ങി. ആയിഷ ബീവിയെ കുറിച്ച് അപവാദം പറയാൻ തുടങ്ങി. മദീനത്തു ചെന്നു, കാട്ടുതീ പടരുന്ന പോലെ മദീന മുഴുവനും പടരുകയാണ്. ആയിഷ വ്യഭിചരിച്ചു, ആയിഷ വ്യഭിചരിച്ചു. അറിഞ്ഞവർ വിശ്വസിക്കുകയാണ്. കാരണം പറഞ്ഞത് വേറെ ആരുമല്ല, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ പോയവരാ പറഞ്ഞത്. അതുകൊണ്ട് പടച്ചവനെ, എവിടെ നോക്കിയാലും ഒരു വാർഡല്ല, ഒരു പഞ്ചായത്തല്ല,
സമയത്തല്ല, ഒരു നാട് മുഴുവനും ചർച്ചയാണ് ആയിഷയെ കുറിച്ച്. എവിടെ നോക്കിയാലും ആയിഷാനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. നബി തങ്ങൾ കേട്ട് കേട്ട് മടുത്തടോ, അല്ലാഹുവിന്റെ റസൂലും മടുത്തടോ. അവസാനം സഹികെട്ടിട്ട് നബി തങ്ങൾ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, എന്റെ ആയിഷയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ, ഞാൻ അറിയുന്നുണ്ട് സഹാബ, ഞാൻ അറിയുന്നുണ്ട് സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോ, നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോ. എന്നാൽ ലാകിന വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. നിബിതങ്ങൾ പറയുകയാ, എന്റെ ആയിഷയെ എനിക്കറിയാം, എന്റെ ആയിഷാനെ എനിക്കറിയാം, എന്റെ ഭാര്യ ആയിഷാനെ എനിക്കറിയാം. അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാ, അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാ. മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. ഇന്ന് വരെ മോശമായതൊന്നും എന്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഞാൻ കണ്ടിട്ടില്ല, നല്ലതല്ലാതെ ഒന്നും കണ്ടിട്ടില്ല, നല്ലതല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും എന്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാ. അവള് നല്ലവളാണ്, അവള് നല്ലവളാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഇനി അല്ലാഹ് തീരുമാനിക്കട്ടെ. എനിക്ക് എന്റെ ഭാര്യയുടെ വിഷയത്തിൽ ഒരു സംശയമില്ല, അവളെ എനിക്ക് വിശ്വാസമാണ്, അവള് നല്ലവളാണ്. ഇനി നിങ്ങളുടെ സംശയം അത് പടച്ചറപ്പ് തീരുമാനിക്കട്ടെ. പെങ്ങളെ, സ്വർഗം വേണോ മോളെ, സ്വർഗം വേണോ മോളെ? നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന്, നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഭാര്യയെ കുറിച്ച് വിശ്വാസമുണ്ടാകണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ചാടരുത്. അയൽവാസിയോ കുടുംബക്കാരനോ കൂടപ്പുറപ്പോ എന്തെങ്കിലുമൊക്കെ പറയും, ഫോൺ വിളിച്ചു, മെസ്സേജ് എഴുതി, ചാറ്റി, അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ ഞാൻ വരുന്നതിന് മുമ്പേ നീ പൊക്കോണം, വാരിക്കെട്ടി വീട്ടിൽ. കഴിഞ്ഞു 20 കൊല്ലം 25 കൊല്ലത്തെ ജീവിതം കഴിഞ്ഞു. ഭർത്താവ് പറയാ ഭാര്യയോട്, നീ പൊക്കോളാൻ, നീ പൊക്കോ, നീ രക്ഷപ്പെട്ടേരെ, ഞാൻ വരുന്നതിന് മുമ്പേ പോയേരെ. കഴിഞ്ഞു നമ്മുടെ ജീവിതം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നാ നീ കണ്ടിട്ടുണ്ടോ ഇവൾ ആരെങ്കിലും ചാറ്റുന്നത്, എവനെയെങ്കിലും വീട്ടിൽ വിളിച്ച് കയറ്റുന്നത്, കറങ്ങാൻ പോകുന്ന നീ കണ്ടിട്ടുണ്ടോ ഇന്ന് വരെ? ഈ 15 കൊല്ലത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും നീ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെയുള്ളതൊന്നും. എന്നിട്ട് വല്ലതും പറയുമ്പോൾ നീ എന്തിനു വിശ്വസിക്കുന്നേ? വിശ്വാസമുണ്ടാകണം സഹോദര. നിന്റെ ഭാര്യയെ കുറിച്ച് നീ ഒരു നല്ല അഭിപ്രായം പറയണം, നല്ലവളാണെന്ന് പറയണം, അങ്ങനെ പറയിപ്പിക്കണം. പിന്നെ ഭർത്താക്കന്മാര് പടച്ചോൻ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ അവസ്ഥ എന്താ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സ്വന്തമായിട്ട് ഫോണുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്, കള്ളം പറയരുത്, കൈവക്ക്. ഫോണുള്ളവരെ, സ്വന്തമായിട്ട് ഫോണുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്, ഒന്ന് കൈവക്കടോ. പെണ്ണുങ്ങളൊക്കെ ഫോണുള്ളവരൊക്കെ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. പടച്ചറപ്പേ, കോടികൾ വെക്കുന്ന ലോക്കറി പോലും ഇല്ലാത്ത ലോക്കാ ഇതിനകത്ത്. ഇവിടത്തെ കോടികൾ വെക്കുന്ന ലോക്കറില്ലേ, SBI ബാങ്കുകളില്ലേ, ആ ബാങ്കിൽ പോലും ഇല്ലാത്ത ലോക്കാണ് എന്റെയും നിങ്ങളുടെയും ഫോണിന്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ധൈര്യമുണ്ടോ പെണ്ണുമ്പിള്ളയുടെ കൈ കൊണ്ട് കൊടുക്കാൻ ഈ ഫോൺ? ഭർത്താവിനോട് ഞാൻ ചോദിക്കുന്ന, ഞാൻ ഉൾപ്പെടെയുള്ളവരോട്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ കൊണ്ടിട്ട് ലോക്കിടാതെ നിന്റെ പെണ്ണുമ്പിള്ളയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാൻ ധൈര്യമുണ്ടോ? ഉണ്ടോ താത്ത നിനക്ക് ധൈര്യം? നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഭാര്യ ചോദിക്കുക, നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ എടുക്കണേ? നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ പരിശോധിക്കുന്ന? ഭാര്യ ചോദിക്കുന്നു, ഭർത്താവ് ചോദിക്കുന്നു, നീ എന്തിനാടി തൊട്ടതെന്റെ ഫോണിൽ? ഓൻ ബാത്റൂമിൽ പോകുമ്പോഴും ഇതാ കൊണ്ടുപോകുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബാത്റൂമിൽ പോകുമ്പോഴും ഒന്ന് വെക്കത്തില്ല, കാരണം പെണ്ണുപിള്ള എടുത്താലോ.
എടാ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണ് ലോക്കിടാതെ ഭാര്യയുടെ മുമ്പിൽ കൊണ്ടുവെക്കാൻ ഭർത്താവിന് ധൈര്യമില്ല. കാരണം കൊണ്ടുവച്ച അവള് വാരിക്കെട്ടി വീട്ടിൽ പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതല്ലേ അവസ്ഥ. അപ്പൊ നിന്റെ ഭാര്യക്ക് പോലും കാണിക്കാൻ പറ്റാത്തത് ഫോണിലുള്ളത് കൊണ്ടല്ലേ. അപ്പൊ ഇത്രയും നാള് നമ്മൾ പറയും, ഉസ്താദെ കുട്ടികളെടുത്ത് ഗെയിം കളിക്കാതിരിക്കാനാ ലോക്കിട്ടിരിക്കുന്നത്. കുട്ടികളുടെ കയ്യിൽ നിന്റെ കയ്യിലുള്ളതിനേക്കാളും വലിയ ഫോണുണ്ട്. ഓൻ തലകണിന്റെ അത്രയുള്ള ചാബുമായിട്ടാണ് നടക്കുന്നത്. നിന്റെ ഫോൺ ആർക്ക് വേണം? പട്ടി എറിയുന്ന ഫോൺ. മക്കളുടെ കയ്യിൽ നല്ല ഫോൺ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നീ ലോക്കിടുന്നത്? ഭാര്യയുടെ ഫോൺ ഭർത്താവും തുടരുത്, ഭർത്താവിന്റെ ഫോൺ ഭാര്യയും തുടരുത്. കാരണം അതിനകത്ത് ആവശ്യമില്ലാത്തതുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. എന്തിനാ ലോക്കിടുന്നത്? കൊണ്ട് വെച്ചുകൂട്. ഇതുകൊണ്ട് ഭാര്യയുടെ മുമ്പിൽ വെച്ചുകൂട്. അയ്യോ, സംശയമാ എന്റെ കെട്ടിയവന്. എന്റെ ഭാര്യക്ക് സംശയ. ഉസ്താദ് എങ്ങനെ നോക്കുന്നു? എന്തിനാ സംശയിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, നീ ധൈര്യമായിട്ട് കൊണ്ടുപോയി. നിനക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുമല്ലോ, സന്തോഷം ഉണ്ടാകുമല്ലോ. ജീവിതത്തിൽ സമാധാനമില്ലല്ലോ. എല്ലാവർക്കും സമാധാനമല്ലേ വേണ്ടത്? അതിനു വേണ്ടിയല്ലേ ഇങ്ങനെ വഅദും മജ്ലിസും ദുആയൊക്കെ. അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. എന്നാ അള്ള പറഞ്ഞു, കല്യാണം കഴിക്കും, വിവാഹം കഴിച്ച സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്താ സമാധാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താ മതി? ഒന്ന് പറ മക്കളെ. പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടും, കല്യാണം കഴിച്ച സമാധാനം കിട്ടും. സമാധാനം ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോ താത്താമാരെ? എങ്ങനെ ഉണ്ടാകാനാ? നിനക്ക് കുടുംബജീവിതത്തിന്റെ വില എന്താണെന്നറിയോ? ഭാര്യ ഭർത്താവും തമ്മിലുള്ള വഴുത് കഴിഞ്ഞിറങ്ങിപ്പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു. ഇടവഴിയിലൂടെ പോവാ ഭാര്യയും ഭർത്താവും. രണ്ടറ്റത്തെ റോഡിന്റെ അക്കരയ്ക്കര നടന്നു വരിക. അല്ലെങ്കിൽ ഭർത്താവ് ഫ്രണ്ടില്, ഭാര്യ പുറകിൽ ഇങ്ങനെ മിണ്ടാതെ വരും. അങ്ങനല്ല. വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് നീ ആ കയ്യിലൊന്ന് പിടിക്ക്. നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറ, നബിയുനാ റസൂലുള്ളാഹി. നിന്റെ ഭാര്യയുടെ കയ്യിൽ നീ ഒന്ന് പിടിക്ക്, നിന്റെ പാപം അല്ലാഹു പുറത്തു തരും. നിങ്ങൾ രണ്ടുപേരുടെയും പാപം പുറക്കും. അതാ കുടുംബജീവിതം. ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാറുണ്ടോ? ആമിനായ വഴി വെച്ച് കാണുമ്പോ എന്തുപാടി ആമിന, സുഖാണോടി? എന്തൊക്കെ ചിരിയും കളിയും തമാശയും. പെണ്ണുമ്പിള്ളയെ കാണുമ്പോഴോ കടന്തല് കുത്തിയതുപോലെ ചിരിക്കാറുണ്ടോ? നീ വല്ലവന്റെ ഭാര്യയെ കാണുമ്പോ എന്തൊരു വിശേഷം അന്വേഷിക്കല. ഇന്ന് വരെ ഓളോട് ചോദിച്ചിട്ടുണ്ടോ വല്ലതും തിന്നോ കുടിച്ചോ? എവിടെ ചോദിക്കല്ലേ? നീ ഒന്ന് ചിരിക്ക് വാപ്പ അവളുടെ മുഖത്ത് നോക്കിയിട്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, സഹോദരി, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് നല്ലത് പറയണം. പറയുവോ? നിന്റെ ഇക്ക പറയുന്നത്, ഉസ്താദ് എന്റെ ഭാര്യ നല്ലവളാ, നിസ്കരിക്കും, ഖുർആൻ ഓതും, സദക്ക കൊടുക്കും, സലാത്ത് പറയും, മജ്ലിസിന്നൂറിന് പോകും, നല്ല വസ്ത്രം ധരിക്കും, അൽഹംദുലില്ലാഹ്, എല്ലാം കൊണ്ടും എന്റെ ഭാര്യ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു പരാതിയുള്ളൂ ഭർത്താവിന്. ഭാര്യയെ കുറിച്ച് ഭർത്താവിന് പറയാൻ ഒരു പരാതിയുള്ളൂ. ഭാര്യ നല്ലവളൊക്കെ തന്നെ, നിസ്കാരവും ദിക്റും ഖുർആനും ഹിജാബും എല്ലാം ഉണ്ട്. വഴുത് കൂടുതലാ കേൾക്കുന്നത്. പക്ഷെ നാവിന് മാത്രം ഇത്തിരി നീളം കൂടുതലാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒറ്റ പരാതിയല്ലേ ഉള്ളൂ. നിന്റെ ഭർത്താവിന് ആകെ ഉള്ള പരാതി നാവ് കൊണ്ട്. അള്ളാഹുവേ, നീ കാത്തിരക്ഷിക്കണം പടച്ചോനെ. ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലത് ചെയ്യുവങ്ങളെ, നല്ലത് പറയിപ്പിക്ക്. നിന്റെ ഭർത്താവിന് മുമ്പിൽ നീ നല്ലവളാകണം. നീ അതിനനുസരിച്ച് ജീവിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എന്തിനാ പരസ്പരം അങ്ങോട്ടിങ്ങോട്ട് സ്നേഹിക്ക്? മനുഷ്യന്റെ ആയുസ് എപ്പോ പോണെന്നറിയില്ല. ഭർത്താവും ഭാര്യയും പരസ്പരം സ്നേഹമില്ല എന്നാ പറയുക. ഉസ്താദ്, എന്റെ ഭാര്യക്ക് എന്നോട് സ്നേഹമില്ല, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല. താത്ത, നീ ഒന്ന് സ്നേഹിക്ക്. കാക്ക, നീ ഒന്ന് സ്നേഹിക്ക്. ഇന്നത്തെ അവസ്ഥ എന്താ? സ്നേഹിച്ചാ മറക്കൂ. ഇപ്പത്തെ അവസ്ഥ ഒന്ന് നോക്കിക്കേ. ഭാര്യ മരിച്ചു. 3 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 11 കഴിഞ്ഞു, 10-20 ദിവസം കഴിഞ്ഞപ്പോ കൂട്ടുകാരൻ വന്നിട്ട് ചോദിച്ചു, അളിയ ഒരു പെണ്ണുണ്ടടാ, ആലോചിക്കട്ടെ. 40 കഴിയട്ടെ അളിയ. 40 കഴിയാതെ കെട്ടിയ നാട്ടുകാരെന്തോ വിചാരിക്കും? അത്രയേ ഉള്ളൂ. ആണുങ്ങൾ പറയുന്നൊരു മറുപടി, 40 കഴിയട്ടെ. അത് കഴിയുന്നതിന് മുമ്പ് ഞാൻ പെണ്ണ് കെട്ടുന്നതിനെ കുറ്റം പറഞ്ഞില്ല. ആണുങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയത്തില്ല, നിങ്ങൾ പെണ്ണ് കെട്ടിക്കോ. ഭാര്യ മറന്നു പോകരുതെന്നാ പറഞ്ഞേ. ഇപ്പൊ ആരാ ഇരിക്കുന്ന? ഭർത്താവ് മരിച്ച ആരാ ഇരിക്കണേ? 4 മാസവും 10 ദിവസവും ഏത് പെണ്ണായിരിക്കണത്? 40 വരെ തട്ടിയും മുട്ടിയും പോകും. കഴിഞ്ഞു. വല്ല പ്രായമുള്ള ഉമ്മാമമാരൊക്കെ ഇരുന്നു, അല്ലെങ്കിൽ അത്രയും ദീനുള്ളവരിക്കണം.
ഇന്ന് യുദ്ധ പോലും ഇരിക്കുന്നില്ലടോ പെണ്ണുങ്ങൾ. 40 കഴിയുമ്പോഴത്തേക്ക് പറക്ക ഹാളിൽ ഇറങ്ങി, പിന്നെ വീടിന് പുറത്തിറങ്ങി, പിന്നെ റോഡിൽ ഇറങ്ങി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ എത്രയോ ഉമ്മമാർ സ്നേഹമുള്ളവരുണ്ട്, മക്കള് ഭർത്താവ് മരിച്ചിട്ടും ജീവിക്കുന്നവരുണ്ട്. ഞാൻ പറയും നിങ്ങൾ കല്യാണം കഴിക്കണ്ടെന്നൊന്നും പറയണില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മരിച്ചാലും മറക്കാതിരിക്കുക. മരിച്ചുപോയ ഭാര്യയെ മറക്കരുത്, മരണപ്പെട്ടു പോയ ഭർത്താവിനെ മറക്കരുത്. പുതിയ ജീവിതം തിരഞ്ഞെടുത്താലും ദുആ ചെയ്യ്. അവരെ നീ മറക്കാതെ അവരുടെ ആണ്ട് വരുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സ്നേഹിക്കുക അപ്പമാരെ, സ്നേഹിക്ക്. നിങ്ങൾ സ്നേഹിക്കുക, പ്രണയിക്ക്. ആരെ? കണ്ടവന്റെ ഭാര്യയല്ല, സ്വന്തം ഭാര്യയെ സ്നേഹിക്ക്, സ്വന്തം ഭാര്യയെ സ്നേഹിക്ക്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്ക്. നീ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ഒരിക്കലും നിന്റെ ഭർത്താവ് നിന്നെ മറക്കൂല. എന്റെ ചെറുപ്പക്കാരാ, നീ നിന്റെ ഭാര്യ ആത്മാർത്ഥമായി സ്നേഹിക്ക്. ഒരിക്കലും അവൾ നിന്നെ മറന്നു പോകൂല. ഞാൻ നിങ്ങൾക്ക് അതിനൊരു ചരിത്രം പറഞ്ഞു തരാ. സ്നേഹിച്ചാൽ മറക്കാൻ പറ്റത്തില്ല. ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ മരണപ്പെട്ടു പോയാലും പിരിയാൻ കഴിയില്ല, മറക്കാൻ കഴിയില്ല. അങ്ങനെ സ്നേഹിച്ച 2 പേരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. അതുകൊണ്ട് എന്റെ ഭർത്താവിനോട് പറയുന്നു, നീ നിന്റെ ഭാര്യയെ സ്നേഹിക്ക്. നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്ക്. നിങ്ങൾ ആദരിക്ക്, നിങ്ങൾ ബഹുമാനിക്ക്, കൊടുക്കേണ്ട സ്ഥാനങ്ങൾ കൊടുക്ക്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്ക്. അങ്ങനെ സ്നേഹിച്ച 2 പേരെ പറഞ്ഞു തരട്ടെയോ? ഇത് സിനിമാ കഥയല്ല, ഏതെങ്കിലും നോവലിൽ വന്ന കഥയല്ല. ഞാൻ നിങ്ങൾക്ക് 2 പേരുടെ ജീവിതം പറയാ. മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നബി തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 40 വയസ്സ്. നബി തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 40 വയസ്സ്. 25 വയസ്സുള്ള നബി തങ്ങൾ 40 വയസ്സുള്ള ഖദീജ ഉമ്മയെ വിവാഹം കഴിച്ചു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. അവർ 2 പേരും 25 കൊല്ലം ജീവിച്ചു, ഭാര്യ ഭർത്താക്കന്മാരായി. ആയിഷ ബീബി, ഖദീജ ബീബിയും നബിതങ്ങളും 25 വർഷമാണ് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചത്. നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാ ഖദീജയ്ക്ക്. നിങ്ങൾക്കറിയോ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സായി. എത്ര വയസ്സ്? 65 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക് ഈ കൂട്ടത്തിൽ. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കുളിച്ചു ഒരുങ്ങിയിട്ട് വീടിന്റെ വാതിലിൽ നിൽക്കുക, നബിതങ്ങളെ നോക്കിയിട്ട്. എങ്ങനെ? അതാ ഭാര്യ, അതാണ് ഭാര്യ. 65ാമത്തെ വയസ്സിൽ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കുളിച്ചു ഒരുങ്ങിയിട്ട് ഭർത്താവ് വരുന്നതും കാത്തിട്ട് എവിടെ നിൽക്കുക? വീടിന്റെ വാതിലിൽ. നബിതങ്ങൾ വന്നു, സലാം പറഞ്ഞു, ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. വീടിനകത്തേക്ക് കയറി കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോ ഖദീജ ബീവി അടുത്ത് വന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു, നബിയെ, എനിക്കിത്തിരി ഭക്ഷണം വാരിത്തരുമോ? ഇന്നെന്താ? നബി തങ്ങൾ ഖദീജ ബീവിക്ക് വാരി കൊടുത്തു. ഞാൻ ഇത്തിരി വാരിത്തരട്ടെ നബിയെ. കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പെണ്ണും പിള്ളയുടെ വായിൽ എന്തെങ്കിലും വാരി വെച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രേമം എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് ജ്യൂസ് ഇടും, 2 സ്ട്രോ ഇടും, വലിച്ചു കുടിക്കും. ഇതിനാ സ്നേഹം, ഇല്ലേ? ഖദീജയ്ക്ക് 65 വയസ്സ്. 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം വാരിത്ത. അങ്ങോട്ട് വാരി കൊടുത്തു. ഇതാ പ്രണയം. ഇതിനാണ് പ്രണയം എന്ന് പറയുന്നത്. ഭക്ഷണം കഴിച്ചു. ഖദീജ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളോട് ചോദിച്ചു, ഞാൻ മടിയിലൊന്ന് കടന്നോട്ടെ? കടക്ക് ഖദീജ. 65 വയസ്സുള്ള ഖദീജയോട് പറയുന്നു, കിടക്കട്ടെ നബിയെ. കടന്നു ഖദീജ. വാപ്പ എവിടെ കിടക്കണേ? ഈ വയത് കേൾക്കാൻ വന്നിരിക്കുന്ന പ്രായമുള്ള വാപ്പ എപ്പോഴാ കിടക്കണേ? നീ ഒരു റൂമില്, നിന്റെ ഭാര്യ വേറെ റൂമില്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ഉള്ളതല്ലേ? ഇപ്പൊ നിങ്ങൾ വേറെ റൂമിലല്ലേ? കാരണം ഓൾക്ക് പ്രായമായില്ലേ, ഇല്ലേ? നിങ്ങൾ എന്തിനാ പെണ്ണ് കെട്ടിയെന്ന് ചിന്തിച്ചാൽ മതി. പാപ്പ പ്രായമാകുമ്പോഴും കൂടെ കിടക്കണം, മരിക്കുന്നത് വരെ ഒരുമിച്ച് കിടക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പെങ്ങളെ, മരിക്കുന്ന കാലം വരെ നീ നിന്റെ ഭർത്താവിന്റെ കൂടെ കിടക്കണം. താങ്ങും തണലുമെന്ന് പറഞ്ഞാൽ അതാ. ഖദീജ ബീബി നബിതങ്ങളുടെ മടിയിൽ കിടന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. എന്തേ ഖദീജ, നീ എന്നെ നോക്കി ചിരിക്കുന്നേ? ഖദീജ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് എന്നാ ഗ്ലാമറാ നബിയെ.
65 വയസ്സുണ്ട് ഖദീജ ഉമ്മയ്ക്ക്. ഉമ്മാമ ഇന്നവരെ പറഞ്ഞിട്ടുണ്ടോ, എന്റെ പൊന്നാരക്ക നിങ്ങളുടെ നരച്ച താടി കാണാൻ ഇപ്പോഴും പറയണത് പോയി വടിച്ചിട്ട് വാങ്ങ, ഇതൊന്ന് വടിച്ചു കളാ, മൈലാഞ്ചി തേക്ക്, കറുത്ത പെയിന്റ് അടിക്ക്, ഗ്ലാമർ ഇല്ല. ഖദീജ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളോട് പറഞ്ഞു, എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്. നബിതങ്ങൾ വിട്ടുകൊടുത്തില്ല. 25 കൊല്ലമായില്ലേടി ഖദീജ എന്നെ കാണാൻ തുടങ്ങിയിട്ട്, 25 വർഷമായില്ലേ. ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. അങ്ങനെ കൊച്ചു തമാശകൾ പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലങ്ങ് പിടിക്കുകയാണ്, നബിതങ്ങളുടെ കയ്യിലങ്ങ് പിടിക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, നബിയേ 25 വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, 25 വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഈ ഖദീജയുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ യാ റസൂലല്ലാഹ്. പൊരുത്തം ചോദിക്കുകയാണ്. നിബിതങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ഖദീജ, ഇന്ന് പൊരുത്തം ചോദിക്കുന്നല്ലോ, എന്തേ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മരണമെടുത്തു നബിയേ, പോകാ സമയമടുത്തു നബിയേ. മരണമെടുത്തെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് ഖദീജയുടെ വായങ്ങ് പൊത്തുകയാണ്. എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്. പെങ്ങളെ, ഖദീജ ആരാണെന്നറിയുമോ? ഖദീജയ്ക്ക് അല്ലാഹു സ്വർഗത്തിൽ കൊടുക്കുന്ന പദവി എന്താണെന്നറിയുമോ? ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു പെണ്ണിനും അത് കിട്ടൂല. ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത പ്രതിഫലമാണ്. ഒരു മുത്തുകൊണ്ട് പണിത കൊട്ടാരമാണ്, ഒരു മുത്തുകൊണ്ട് പണിത കൊട്ടാരമാണ്. എന്തിനാണ് അല്ലാഹ് ഖദീജയ്ക്ക് കൊടുക്കുന്നതെന്നറിയുമോ? 25 വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച ഭാര്യയാണ് ഖദീജ. നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ്. ആ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ 25 കൊല്ലത്തിന്റെ ഇടയില് ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ മുമ്പില് ശബ്ദമുയർത്തിയിട്ട് ഖദീജ ബീബി സംസാരിച്ചിട്ടില്ല. നീയോ ഉമ്മ, നിന്റെ ഭർത്താവിന് ഏകയുള്ള പരാതി നിന്റെ ഈ സംസാരമാ. എന്താണ് പറയുന്നതെന്ന് നിനക്ക് തന്നെ അറിയില്ലല്ലോ. സങ്കടപ്പെടുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സൂക്ഷിക്കണേ മോളെ, സൂക്ഷിക്കണേ മോളെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, പൊരുത്തം തരണേ നബിയേ, പൊരുത്തം തരണേ നബിയേ. റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് നിറയുകയാ. ഖദീജ, പരാതിയില്ല ഖദീജ, പറയാനൊരു പരാതിയില്ല ഖദീജ. നിന്നെ കുറിച്ച് പറയാൻ എനിക്കൊരു പരാതിയില്ല. നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്. ഖദീജയ്ക്ക് സമാധാനമായി, ഖദീജയ്ക്ക് സന്തോഷമായി. 65 വയസ്സുള്ള ഖദീജ ബീബി ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. നബിതങ്ങളെ ചുംബിച്ചടോ. കാരണം ഭർത്താവിന്റെ പൊരുത്തം കിട്ടി, ഭർത്താവിന്റെ പൊരുത്തം കിട്ടി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് 3 ആഗ്രഹമുണ്ട് നബിയേ. 65 വയസ്സുള്ള ഭാര്യ മരിക്കുന്നതിന് മുമ്പ് ഭർത്താവിനോട് പറയുകയാ, 3 ആഗ്രഹമാണുള്ളത്, 3 ആഗ്രഹമാണുള്ളത്. സാധിപ്പിച്ചു തരുമോ നബിയേ, സാധിപ്പിച്ചു തരുമോ നബിയേ? എന്തേ ഖദീജ, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ,
ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. ഖദീജ പറയുകയാണ്, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ, എന്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. നിങ്ങൾ കണ്ട ശരീരം വേറെ ഒരാളും കാണരുത്. ഒരു പെണ്ണ് പോലും കാണുന്നത് എനിക്കിഷ്ടമല്ല. ഒരു പെണ്ണ് പോലും എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. നിങ്ങൾ അതുകൊണ്ട് എന്റെ ജനാസ കുളിപ്പിക്കണം. നിനക്കിത് തിരിയില്ല പെങ്ങള്, നിനക്കിത് തിരിയില്ല പെങ്ങള്. അതാ എടപ്പാളോ പൊന്നാനിയിലോ കടയിൽ ചെന്നിട്ട് അതാ ഫർദ വാങ്ങുന്നത് നീ ഇട്ട് നോക്കിയിട്ടാണ്. നിനക്ക് ചേരുന്ന ഫർദയല്ലേ നീ വാങ്ങുന്നത്, ഇട്ട് നോക്കിയിട്ടല്ലേ വാങ്ങുന്നത്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടാമത് നീ അത് സ്റ്റിച്ച് ചെയ്യുകയാ. എന്തിനാ ഇറങ്ങിക്കിടക്കാൻ? നിന്റെ മസില് മറ്റുള്ളവരെ കാണണമല്ലോ, നിന്റെ ശരീരത്തിന്റെ വടിവ് കാണണമല്ലോ. ഈ മജ്‌ലിസിൽ പോലും നീ വരുമ്പോ ഔറത്ത് നേരം മറച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കു പെങ്ങള്. കളിയാക്കിയതല്ല, പരിഹസിച്ചതല്ല. ഇതാണ് ഖദീജ, ഇതാണ് ഖദീജ. മരിച്ചാൽ എന്റെ മയ്യത്ത് ഒരു പെണ്ണ് പോലും കുളിപ്പിക്കുമ്പോ കാണരുത്. അതുകൊണ്ട് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. കുളിപ്പിക്കുമോ നബിയേ, കുളിപ്പിക്കുമോ നബിയേ? 18-കാരിയല്ല, 25-കാരിയല്ല, 35-കാരിയല്ല, 65 വയസ്സുള്ള ഭാര്യ ചോദിക്കുകയാണ്, മാല വേണം, സ്വർണം വേണമെന്നല്ല, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സമ്മതിച്ചു പെങ്ങള്. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, ജനാസ കഫം പൊതിയുമ്പോൾ, ജനാസ കഫം പൊതിയുമ്പോ നിങ്ങളുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാൾ എനിക്ക് വേണം നബിയേ. എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ, എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. എന്തുകൊണ്ടാണെന്നറിയുമോ? എന്തുകൊണ്ടാണെന്നറിയുമോ? നിങ്ങളില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല നബിയേ. ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കിടക്കാനുള്ളതാണ്. നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ. നിങ്ങളുടെ സുഗന്ധമില്ലാതെ ഖദീജയ്ക്ക് ഉറക്കം വരൂല. അതുകൊണ്ട് നിങ്ങളുടെ സുഗന്ധമെങ്കിലും എനിക്ക് വേണം. നിങ്ങളുടെ ശരീരത്ത് കിടക്കുന്ന ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയണേ യാ റസൂലല്ലാഹ്. ഇതിനാ ഉമ്മാ സ്നേഹമെന്ന് പറയുന്നത്, ഇതിനാണ് ആത്മാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്, കളങ്കമില്ലാത്ത സ്നേഹമെന്ന് പറയുന്നത്. പടച്ചവനെ, ഖദീജ ബീവി മൂന്നാമതായിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, എന്റെ ഖബറിനകത്ത് ഇറങ്ങണം നബിയേ, എന്റെ ഖബറിനകത്ത് ഇറങ്ങണം നബിയേ. നിങ്ങൾ വേണം എന്റെ മയ്യത്ത് ഇറക്കി വെക്കാൻ, നിങ്ങൾ വേണം എന്റെ ജനാസ ഇറക്കി വെക്കാൻ. നിങ്ങളുടെ കൈ കൊണ്ട് വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാൻ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടെന്ന് പറയുന്നു, നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ ഇറക്കി വെക്കാൻ. നിങ്ങൾ വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാൻ. വെക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് സമ്മതിക്കുകയാണ്. ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞു. വാപ്പാ, ലോകത്ത് ഒരു പെണ്ണിന് കിട്ടിയ ഭാഗ്യം നബി തങ്ങളാണ് ജനാസ കുളിപ്പിച്ചത്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ കുളിപ്പിക്കുമ്പോ നബി തങ്ങളുടെ കണ്ണ് നിറയുകയാ. കരഞ്ഞുകൊണ്ട് ഖദീജ ബീവിയുടെ ജനാസ കുളിപ്പിക്കുകയാണ്. മയ്യത്ത് പുതിയ സമയമായപ്പോ നബി തങ്ങൾ ഷാളെടുത്ത് ചുംബിക്കുകയാ. തന്റെ ഖദീജയ്ക്ക് കൊടുക്കാൻ ഷാളിൽ ഇങ്ങനെ ചുംബിച്ചിട്ട് ഖദീജ ബീവിയുടെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാണ്. ഖദീജ ഉമ്മയുടെ ജനാസ കൊണ്ടുവന്നു. നബി തങ്ങൾ ഖബറിനകത്തിറങ്ങി. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയുടെ ജനാസ ഇങ്ങനെ ഖബറിലേക്ക് ഇറക്കി വെച്ചു. അല്ലാഹ് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ.
പിടിമണ്ണ് വാരി വെക്കുമ്പോ നിബിതങ്ങളുടെ കണ്ടടങ്ങൾ നിറഞ്ഞ താടിരോമത്തിലൂടെ കണ്ണുനീര് ഖദീജ ബീവി എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കഫം തുണി പോലും നനയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കരയുകയാണ്. ജനാസ ഖബറടക്കി. നിബിതങ്ങൾ പിന്നെ ഒരുപാട് വിവാഹം കഴിച്ചു. അല്ലാഹുവിന്റെ റസൂൽ 63 വയസ്സ് വരെ ജീവിച്ചു. പെണ്ണേ, നിബിതങ്ങൾ ഖദീജാനെ മറന്നില്ല. ഒരു നല്ല ഭക്ഷണം കൊണ്ട് വന്നു കൊടുത്താൽ, ആരെങ്കിലും നല്ല ഒരു ഭക്ഷണം നിബിതങ്ങൾക്ക് വന്നു കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂൽ ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു. ഭാര്യയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു. മരിച്ച ഭാര്യയോട് നിബിതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. എന്തു പറഞ്ഞാലും നിബിതങ്ങൾ പറയും ഖദീജ ഖദീജ ഖദീജ. മറ്റുള്ള ഭാര്യമാരോട് പറയും എന്റെ ഖദീജ അങ്ങനെയായിരുന്നു, നിന്നെ പോലെയൊന്നുമായിരുന്നില്ല. നിബിതങ്ങളുടെ നാവിൽ എപ്പോഴും ഖദീജയാണ്. ജീവിച്ചിരുന്നപ്പോഴല്ല, മരിച്ചതിന് ശേഷമാണ് പറയുന്നത്. നിബിതങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ആയിഷ ബീവിക്ക് സഹിച്ചില്ല. ആയിഷ ബീവിക്ക് ദേഷ്യമായി. അവിടെന്ന് ചോദിച്ചു, നബിയെ, എപ്പോ നോക്കിയാലും ഖദീജ 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 ഖദീജ, വേറെ ഭാര്യമാരൊന്നുമില്ലേ? ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമുണ്ട്? അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞു. പെങ്ങള്, നിബിതങ്ങള് കരഞ്ഞടോ. എന്തിനാണ് കരഞ്ഞതെന്നറിയുമോ? തന്റെ ഖദീജയെ കിളവി എന്ന് വിളിച്ചപ്പോ, തന്റെ ഖദീജാനെ കിളവി എന്ന് പറഞ്ഞപ്പോ നിബിതങ്ങളുടെ കണ്ണ് നിറയുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീയൊന്നും എന്റെ ഖദീജയെ പോലെയാകില്ല. ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സ്നേഹമാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടത്. അതുകൊണ്ട് പറയുകയാ, നീ മരണപ്പെട്ട നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. എന്റെ ഇക്കയാരാണെന്നറിയോ? 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യനാ. ഏതോ പാതിരാത്രി വന്ന് കിടന്നുറങ്ങിയാൽ സുബഹി നിസ്കരിക്കാൻ എഴുന്നേക്കുന്ന ഭർത്താവാ. പറയുമ്പോ ഭാര്യയ്ക്ക് വല്ലാത്ത ഒരു മനസ്സുണ്ടാകണം, വല്ലാത്ത ഒരു ധൈര്യത്തോടെ ഇക്കാ 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 എന്ന് പറയാ 100 നാവ് വേണം മക്കളെ. അതുകൊണ്ട് നീ നിന്റെ ഭാര്യയെ കുറിച്ച് നല്ലത് പറയിപ്പിക്ക്. നീ നല്ലവനായി ജീവിക്ക്, എങ്കിൽ നിന്റെ ഭാര്യ നിന്നെ കുറിച്ച് നല്ലത് പറയും. ഉമ്മാ, ഭർത്താവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കും. ഉമ്മാ, എന്റെ ഭാര്യയാണ്, എന്റെ ഭാര്യയുടെ ദുആയുടെ പുറത്താ ഞാൻ നടക്കുന്നത്. എനിക്ക് ദുആ ചെയ്യാൻ എന്റെ ഭാര്യയുണ്ടല്ലോ. ഒരു ഭർത്താവ് പറയണം, എനിക്കൊന്നും വരില്ല, എനിക്ക് എന്ത് രോഗമാണെങ്കിലും മാറും. കാരണം നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് നെഞ്ചു പൊട്ടിയിട്ട് കരയാൻ, എനിക്ക് ദുആ ചെയ്യാൻ എന്റെ ഭാര്യയുണ്ടല്ലോ. അവള് മതി എനിക്ക് ദുആ ചെയ്യാൻ. ഭാര്യയെ കുറിച്ച് പറയുമ്പോ ഭർത്താവിന് വല്ലാത്ത ഈമാനാകണം പെങ്ങള്. അങ്ങനെ പറയണമെങ്കിൽ റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിന വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. നീ ദുആ ചെയ്യണം, നീ ദുആ ചെയ്യണം. അല്ലാഹുവേ, എന്റെ ഭാര്യയെ നന്നാക്കണം, എന്റെ ഭർത്താവിനെ നന്നാക്കണം, എന്റെ മക്കളെ നന്നാക്കണം, എനിക്ക് കണ്ണിന് കുളിർമയുള്ളവരാക്കണം. എന്നിട്ട് പറയണം, അല്ലാ എന്നെ നന്നാക്കണേ, അല്ലാ എന്നെ നന്നാക്കണേ, അല്ലാ. ഭാര്യ പറയണം, ഭർത്താവ് പറയണം, എന്നെ നന്നാക്കണം തമ്പുരാനെ. ലിൽ മുത്തഖീന ഇമാമാ, എന്നെ ഇമാമാക്കണമല്ലാ. പള്ളിയിലെ ഇമാമല്ല, എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും മാതൃകയാകുന്ന ഒരു നല്ല മനുഷ്യനാക്കി എന്നെ മാറ്റണേ അല്ലാ. നീ ദുആ ചെയ്യണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. അതുകൊണ്ട് നിന്നെ കുറിച്ച് നല്ലത് പറയുന്ന
പറയുന്ന ഒരു കൂട്ടുകാരൻ, നീ മരണപ്പെട്ട നല്ലത് പറയുന്ന ഭാര്യ, നല്ലത് പറയുന്ന ഭർത്താവ്, ഇവരുടെ സാക്ഷി മതി നിനക്ക് രക്ഷപ്പെടാൻ. അല്ലാഹുവേ സ്വർഗം നൽകണേ അല്ലാ, സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. ഈമാൻ നൽകുമാറാകട്ടെ. സമയം 11:25. അൽഹംദുലില്ലാ. സമയം വിഷയം പറഞ്ഞു തീർക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് നാളെ വെള്ളിയാഴ്ചയാണ്, എനിക്ക് ജുമയ്ക്ക് പള്ളിയിലെത്തണം. നിങ്ങൾക്ക് സുബഹി, നമുക്കൊക്കെ സുബഹി നിസ്കരിക്കണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.